ഞാൻ വെറുതെ പറയുന്നതല്ലെന്ന് എന്നെക്കാൾ നന്നായി നിനക്കറിയാലോ. മീര പറഞ്ഞു നടന്നതും എല്ലാവരും അങ്ങനെ വിശ്വസിച്ചതുമാണ്. അപ്പോഴാണ് നീ ഇങ്ങനെ ധീരമായ തീരുമാനം എടുത്ത് അവളെ വീട്ടിൽ കൊണ്ടാക്കിയത്. അതോടെ എല്ലാവരും കമ്പനി തകർന്നു എന്ന് തന്നെ ഉറപ്പിച്ചു കാണും. പക്ഷേ ഇപ്പൊ നീ പറഞ്ഞതുപോലെ കമ്പനി കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ മിടുക്കൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്റെ അഭിപ്രായത്തില് നീ ഇനി ഒരു കാരണവശാലും മീരയെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരരുത്. നിന്റെ ഭാര്യ ആകാനുള്ള അർഹതയോ ഈ വീട്ടിലെ മരുമകളാകാനുള്ള യോഗ്യതയോ അവൾക്കില്ല. അമ്മയ്ക്ക് നിനക്കും എങ്ങനെയോ പറ്റിയൊരു അബദ്ധം ഇങ്ങനെ തിരുത്താൻ പറ്റിയെന്ന് കരുതിയാ മതി. ശരി, ആയിക്കോട്ടെ. ഞാൻ അതെന്താന്ന് വെച്ചാൽ കരുതിക്കോളാം. അഭി അതൊന്നും ഓർത്ത് കഷ്ടപ്പെടണ്ട. എനിക്കൊന്നും ഒരു കഷ്ടപ്പാടും അല്ല ആദർശേ. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അതിലെനിക്ക് സന്തോഷേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. പക്ഷേ അതിന്റെ പേര് ഓരോന്ന് വെറുതെ എന്നോട് പറയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസം വരാത്തതുകൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? മീര നിന്നെ മോശക്കാരനാക്കി നമ്മുടെ സ്റ്റാഫുകളോട് പറഞ്ഞതിന്റെ എത്ര തെളിവുകൾ വേണം നിനക്ക്? എനിക്ക് ഒരു തെളിവും വേണ്ട. പല കാര്യങ്ങളും എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ മീരയെ വീട്ടിൽ കൊണ്ടാക്കിയത്. അതെ, അതെനിക്കറിയാലോ. എന്നിട്ട് നീ ഇങ്ങനെ എന്നോട് സംസാരിക്കുമ്പോ ഞാൻ എന്താ കരുതേണ്ടത്? ആദർശേ, നീ വെറുതെ എന്റെ അടുത്ത് ബലം പിടിച്ച് ഇനിയും മീരയെ സേവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ട് വീട്ടിൽ വിടേണ്ട കാര്യം എനിക്കില്ലായിരുന്നല്ലോ. ഞാൻ മീരയെ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് എനിക്ക് എന്റേതായ കാരണങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. അതിൽ വേറെ ആരെങ്കിലും അഭിപ്രായം പറയാൻ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അഭി തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ നിന്നെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാ, നീ ഇതുവരെ ചെയ്ത ഈ ശരിയൊക്കെ നിന്നെ കൊണ്ട് തിരുത്തിക്കാനുള്ള കഴിവ് മീരയ്ക്കും അവളുടെ വീട്ടുകാർക്കും ഉണ്ട്. നീ വീണ്ടും അവരുടെ കെണിയിൽ പോയി വീഴാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. ആയിക്കോട്ടെ, എനിക്ക് വേണ്ടിയുള്ള ചിന്തകൾക്കും പാടുപെടലുകൾക്കൊക്കെ താങ്ക്സ്. എന്റെ കാര്യം നോക്കാനും എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാനും എനിക്കറിയാം. അതോർത്ത് അഭി ഇനിയും വിഷമിക്കണ്ടെന്ന് ഞാൻ ഒന്നുകൂടി പറയുക. ഈ സമയത്ത് ചെന്ന് വിഘ്നേഷിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ അയാളെങ്കിലും സന്തോഷത്തോടെ ഇരുന്നേനെ. അത് എന്റെ കാര്യമല്ലേ, അത് നോക്കാൻ എനിക്കറിയാം. എന്റെ ഭർത്താവ് ഞാൻ പറയുന്നത് പോലെ കേൾക്കൂ, ഞാൻ പറയുന്നതേ അനുസരിക്കൂ. അതിലൊരു മാറ്റം ഉണ്ടായാലേ അങ്ങേർക്ക് മീരയുടെ അവസ്ഥ തന്നെ ആയിരിക്കും. പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യം ഞാൻ കാണിക്കും. അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ ചാടിക്കടിക്കില്ല. ഭഗവാനെ, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഞാൻ നേരിടേണ്ടി വരുന്നത്? ആദർശേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്താ കാരണം? എല്ലാ കാര്യത്തിനും എന്നെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്തിരുന്ന ആളാ ആദർശേട്ടൻ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവത്തിൽ മാറ്റം വരാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കി തിരുത്താനുള്ള അവസരം തരണേ ഭഗവാനെ. മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയ അതിനെല്ലാം ഉത്തരങ്ങൾ പറഞ്ഞു തന്നിരുന്നത് മുകുന്ദേട്ടനാ. ഇപ്പോ മുകുന്ദേട്ടനെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്താ കൃഷ്ണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഭഗവാനെ. എല്ലാം അറിയുന്ന കൃഷ്ണ, നീ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം കാണിച്ചു തരണേ.
ഒരു വിധത്തിലാ ആ നാശത്തിന് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പിന്നെ എന്തിനാണാവോ എല്ലാവരും കൂടി വീണ്ടും ആദർശിനെ മീരെ ഒന്നിപ്പിക്കാൻ നോക്കുന്നത്? അബി, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ആദർശിന്റെ മീരയുടെയും ജീവിതത്തിൽ ഇടപെടാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നിനക്ക് യാതൊരു അധികാരവുമില്ല. നിങ്ങൾക്ക് പണ്ട് മുതലേ ആ മീരയോട് ഒരു താല്പര്യം കൂടുതലുണ്ട്. അല്ലെങ്കിലും ആണുങ്ങളെ പറഞ്ഞു മയക്കാൻ അവൾക്ക് നല്ല കഴിവാണല്ലോ. അനാവശ്യം പറയരുത്. പിന്നെ നീ പറഞ്ഞ ശരിയാ. കണ്ട നാള് മുതൽ എനിക്ക് മീരയും ആ കുട്ടിയുടെ സ്വഭാവം ഇഷ്ടം തന്നെയാണ്. അതെ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഒരാളോട് നമുക്ക് സ്നേഹവും ബഹുമാനവും തോന്നുന്നത് അവരുടെ സ്വഭാവം കണ്ടിട്ട് തന്നെയാ. അങ്ങനെ നോക്കിയാ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് മീര. ആയിക്കോട്ടെ, നിങ്ങൾക്കിനി എത്ര താല്പര്യമുണ്ടെങ്കിലും അവളെ ഇനി ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അതിനാരൊക്കെ ശ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഓ, കഷ്ടം തന്നെടോ. ഒരു കഷ്ടവുമില്ല. ആദർശിന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. അവളെ തലയിൽ കൊണ്ട് നടന്നതല്ലേ, എന്നിട്ടിപ്പോ എന്തായി? അവനായിട്ട് തന്നെ ഇറക്കി വിട്ടില്ലേ? അതെ, നിന്റെ കുരുട്ട് ബുദ്ധി കൊണ്ടാ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവരെ തമ്മിൽ അകറ്റിയതും നീയല്ല ബി. ആണെങ്കി നന്നായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചാലും പലതും നടക്കുന്നു മനസ്സിലായല്ലോ. ഒന്നോർത്തോ അബി, നീ ഈ നശിപ്പിക്കുന്നത് നിന്റെ സ്വന്തം സഹോദരന്റെ ജീവിതം. മീര അവന്റെ ജീവിതത്തിൽ നിന്ന് പോയതുകൊണ്ട് ആദർശിന്റെ ജീവിതത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് ഇനി അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നന്മകളും മാത്രമായിരിക്കും. ആദർശിന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ വീട്ടിലും. സത്യത്തിൽ നിനക്ക് എന്തിനാ അബി മീരോട് ഇത്ര ദേഷ്യം? ആ കുട്ടി നിനക്ക് വേണ്ടി നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളത്? എന്ത് നന്മ? അവൾ ഒരാൾ കാരണോ എന്റെ സ്വന്തം വീട്ടില് എനിക്കൊരു വിലയില്ലാതായി പോയത്? അതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. ആർക്കും ആരുടെയും വില കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ സ്വന്തം അമ്മയ്ക്കും ആങ്ങളയ്ക്കും നിന്നോടുള്ള സ്നേഹം എങ്ങനെ മറ്റൊരാൾ കാരണം ഇല്ലാതാവും? അവളെ പോലെ ഒരുത്തി വിചാരിച്ച അതൊക്കെ സാധിക്കും. അതാണ് അവളുടെ മിടുക്ക്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആരെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്ന് കരുതുന്നവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിയാ, ഈ കാര്യത്തിൽ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതറിഞ്ഞോണ്ട് എന്തിനാ നിങ്ങൾ വീണ്ടും വീണ്ടും അവളെ ന്യായീകരിക്കാൻ വരുന്നത്? അബി, ഞാൻ സംസാരിക്കുന്നത് നിനക്ക് വേണ്ടിയാ. നാളെ ഒരിക്കൽ ആദർശിന്റെ മീരയുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നീയാണെന്ന് ആദർശ് അറിയുമ്പോ നിന്റെ ഈ വീട്ടിലെ സ്ഥാനം എന്താകുമെന്ന് നീ ഒന്ന് ഓർത്തു നോക്ക്. എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന കാര്യം ഓർത്ത് ഇപ്പോഴത്തെ സമാധാനം കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മീരെ തിരിച്ച് ഇവിടെ കയറ്റാൻ സപ്പോർട്ട് ചെയ്യും എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറുതെ. അബി, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ അല്ലാതെ ഈ വീട്ടിലെ മറ്റെല്ലാവർക്കും മീര തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പൊ ആദർശനോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഉത്തരയില്ല അല്ലേ? എങ്കിൽ ഞാൻ പറയുന്നത് എന്റെ ഭർത്താവ് ഒന്ന് കേക്ക്, എന്നിട്ട് മനസ്സിലാക്ക്. മീരയുടെ ഭർത്താവായ എന്റെ അനുജന് അവളെ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അനുജനൊപ്പം മാത്രം നിൽക്കൂ. ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും മീര ഇനി ഈ വീടിന്റെ പടി കയറില്ല. ഞാൻ അതിന് സമ്മതിക്കേയില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചങ്ങ് ചെയ്യും. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഒരു ഭർത്താവാണെന്ന രീതിയിലുള്ള ഒരു ബഹുമാനോ ഇന്നേ വരെ നീ എനിക്ക് തന്നിട്ടില്ലല്ലോ. ഇനി ഞാൻ അത് പ്രതീക്ഷിക്കുന്നുമില്ല. ഓഹോ, അങ്ങനെയാണോ? ഒരു ഭർത്താവിന് തരേണ്ട ബഹുമാനം ഞാൻ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ അതിനുള്ള അർഹത നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് തന്നെയാന്ന് കൂട്ടിക്കോ. ഇന്ന് വരെ ഭാര്യയ്ക്ക് ചെയ്തു തരേണ്ട എന്തെങ്കിലും കാര്യങ്ങള് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഈ സുഖിച്ചുള്ള ജീവിതം എന്റെ ഔദാര്യമാണ്, അത് മറക്കണ്ട. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന മണ്ടത്തരം തോന്നിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കും ഇന്ന് ഈ കാണുന്ന സുഖകരമായ ലൈഫ് ഉണ്ടാവില്ലായിരുന്നു. അതിന്റെ നന്ദിയൊന്നും കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നല്ലതാ. ശരിയാ, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ വിധി. നീ നിന്റെ ഇഷ്ടം പോലെ എന്ത് വേണേലും ചെയ്യും. ഗതി കെട്ടാൽ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കും അറിയാം. ഹരിയേട്ടാ, ദാ ചായ. ഇന്നലെ ക്ഷേത്രത്തിൽ പോയപ്പോ ഞാൻ മീരമോളോട് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ആദർശ് വന്ന് വിളിക്കാതെ
മീരയ്ക്ക് തിരിച്ചു പോവാൻ പറ്റില്ല എന്നാ മോള് പറയുന്നേ. മീര പറയുന്നത് ശരിയല്ലേ? ആദർശല്ലേ മീര മോളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. തിരിച്ചു വന്ന് കൊണ്ടുപോയിക്കോളാന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ ആദർശ് വന്ന് കൊണ്ടുപോകാതെ അവളെങ്ങനെ പോകും? കാലം വളരെ മോശമാ ഹരിയേട്ടാ. ഇപ്പം നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ചവിട്ടി മെതിച്ച് കടന്നു പോവും. അതിനുള്ള അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കരുത്. അതിനാ ഞാൻ മീരയോട് ആദർശിന്റെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. ബീന പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ കുടുംബജീവിതം ഒരു മത്സരമല്ല. അതിങ്ങനെ വാശിയോടെ എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്നതുമല്ല. സ്നേഹമാണ് ഒരു ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. സ്നേഹവും വിശ്വാസവും ഉള്ളിടത്തെ സമാധാനമുള്ള ഒരു ജീവിതം ലഭിക്കും. നമ്മൾ മീരയുമായിട്ട് ആദർശിന്റെ വീട്ടിൽ ചെന്ന് അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് മീരെ അവിടെ താമസിപ്പിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനം ഉണ്ടാവാന്? അതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനാദ്യം മീര അവിടെ തിരിച്ചു ചെല്ലണം. ഹരിയേട്ടൻ പറയുന്നത് പോലെ ഇവരിങ്ങനെ അകന്നു നിന്ന ആദർശിന്റെ മീരയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. അകന്നു നിൽക്കുന്തോറും പതിയെ പതിയെ മനസ്സുകളും അകന്നു തുടങ്ങും. അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മീരയുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അഭിരാമിയുണ്ടല്ലോ അവിടെ. ഹരിയേട്ടന്റെ അതേ രീതികൾ തന്നെ മീരയ്ക്കും. ഒരു കാര്യത്തിലും മുൻകൈയെടുത്ത് ഒന്നും ചെയ്യാൻ വയ്യ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ അതാരാ നോക്കുക? ഓരോരുത്തരും സ്വന്തം കടമകൾ കൃത്യമായിട്ട് ചെയ്യുകയും ബാക്കി സമയം മറ്റുള്ളവരെ സഹായിക്കാനും നീക്കി വെച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായേനെ. പക്ഷേ ഇക്കാലത്ത് അതൊന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. എന്റെ അഭിപ്രായത്തില് ആദർശ് മീരയെ തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് പോവാൻ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മൾ മീരയുമായിട്ട് ആദർശിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലണം. നൈസായിട്ട് മീര അവിടെ നിർത്തിയിട്ട് തിരികെ പോരണം. സൂരജിന്റെ കാര്യത്തില് എന്റെ സങ്കടം മാറ്റാനാണ് മീര ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സൂരജിന് വേണ്ടി വഴിപാട് കഴിക്കാനും കുറച്ചു നാൾ കർണാടകയിൽ അന്വേഷിക്കാനുമായിട്ട് നമ്മൾ രണ്ടുപേരും പോവാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നുണ പറഞ്ഞ് മീരെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട് ഹരിയേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, അകന്നു നിന്നാൽ അവരുടെ അകൽച്ച കൂടുകയുള്ളൂ. അതേസമയം അവർ ഒന്നിച്ചുണ്ടെങ്കിൽ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടെന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങൾ അവര് തന്നെ ചെയ്തോളും. മോളെ രാവിലെ എണീറ്റ് കുളിയും കഴിഞ്ഞോ? ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ എടുത്തോളാം. ആദർശ് രാത്രി വിളിക്കോ മറ്റോ ചെയ്തോ മോളെ? ഇല്ല. മോൾ അങ്ങോട്ട് വിളിച്ചായിരുന്നോ? വിളിച്ചു, പക്ഷെ ആദർശേട്ടൻ തിരക്കിലായിരുന്നു തോന്നുന്നു. ഫോൺ എടുത്തില്ല. ആദർശ് വീട്ടിലുണ്ടല്ലോ. മീര വിളിക്കുമ്പോ ഫോൺ എടുത്ത് 2 മിനിറ്റ് സംസാരിക്കാൻ പോലും പറ്റാത്ത എന്ത് തിരക്ക ആദർശിന്. ഇതൊക്കെ ആദർശ് മനഃപൂർവ്വം ചെയ്യുന്നതാ ഹരിയേട്ടാ. ഏയ്, അങ്ങനെ ആവില്ല ബീനാമേ. ആദർശേട്ടന് മുമ്പും ഇങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന സ്വഭാവം ഉള്ളതാ. ഒരിക്കൽ ആദർശേട്ടൻ ഹൈദരാബാദിൽ പോയപ്പോ സംഭവിച്ചത് ഓർമ്മയില്ലേ? 2 ദിവസത്തോളം കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ട് ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. പിന്നെ അറിഞ്ഞത് ആദർശേട്ടന് കൃത്യമായിട്ട് ഫോൺ നോക്കുന്ന സ്വഭാവം ഇല്ലാന്ന്. എന്റെ മീരെ, നീ അല്ലാതെ ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കോ? ഇക്കാലത്ത് ആരാ ഫോണിലൊക്കെ നോക്കാതിരിക്കുന്നേ? നീ വെറുതെ ആദർശിനെ നല്ലവനാക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് ഇത്തരം കള്ളങ്ങളൊന്നും പറയണ്ട. മോളെ, ഞാനൊന്ന് ആദർശിന്റെ വീട്ടിൽ പോയി സംസാരിക്കാം. ഇത് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു തീർക്കേണ്ട കാര്യം. അത് വേണ്ടച്ചാ. ആദർശേണ്ണ ഒന്നും ഇഷ്ടാവില്ല. ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് ആദർശേണ്ണെ നാണം കെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. അച്ഛൻ അവിടെ പോയാ വെറുതെ പ്രശ്നം വഷളാവേ ഉള്ളൂ. എന്താ വേണ്ട? എന്തു വേണ്ടെന്ന്? അതെ, ഇതിപ്പ സംസാരിച്ച് തീർത്തില്ലെങ്കിൽ ശരിയാവില്ല. ഹരിയേട്ടൻ പോകുന്നതാണ് പ്രശ്നമെങ്കില് ഞാൻ ആദർശിന്റെ അമ്മയുമായിട്ട് ഫോണിലൊന്ന് സംസാരിക്കാം. കാര്യങ്ങൾ നമ്മൾ അറിയുന്നും മനസ്സിലാക്കുന്നു ഒക്കെ ഉണ്ടെന്ന് അവരൊന്ന് അറിയിക്കണം. അല്ലെങ്കിലേ അവര് കരുതും നമ്മൾ വെറും മണ്ടന്മാരാണെന്ന്. ബീനാമേ, അത് നീ ഒന്നും പറയണ്ട. ഞാൻ എന്തായാലും അവരെ ഒന്ന് വിളിക്കട്ടെ.
ഹലോ, ഞാൻ ബീനയാ. മനസ്സിലായി ബീന, പറഞ്ഞോളൂ. വേറൊന്നുമല്ല, മീരയുടെയും ആദർശിന്റെയും കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അവര് രണ്ടുപേരും നമ്മളോട് നുണ പറയാണെന്നാ എനിക്ക് തോന്നുന്നേ. അല്ല, അതെന്താ അങ്ങനെ തോന്നാൻ? രണ്ടുപേരുടെയും രീതികൾ കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതിങ്ങനെ നിസ്സാരമായിട്ട് കണ്ട് നമ്മൾ ഇടപെടാതിരുന്നാ ശരിയാവില്ല. രണ്ടുപേരോടും നമ്മൾ സംസാരിച്ച് പ്രശ്നം പരിഹരിക്കണം. ബീനയ്ക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ആദർശുമായിട്ട് മാഡം ഒന്ന് സംസാരിക്ക്. ഞാൻ മീരയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ ആദർശ് വരുമ്പോ മീര പോവെന്നാ പറഞ്ഞത്. ആദർശ് എന്നാണ് വരുന്നതെന്നോ എന്താ അവർക്കിടയിൽ സംഭവിച്ചതെന്നോ ഒന്നും മീര പറയുന്നില്ല. ഞങ്ങള് ആദർശിനോട് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് വന്ന് മീരയെ വിളിച്ചോണ്ട് വരാനും പറയാം. അത് മതി. പക്ഷേ ആദർശ് എന്താ മറുപടി പറയുന്നതെന്ന് ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണം. തീർച്ചയായിട്ടും പറയാം. മീര പോയ സമയത്ത് ഞാൻ ആദർശിനോട് ചോദിച്ചപ്പോ സൂരജിന്റെ കാര്യത്തിൽ ബീനയടക്കം എല്ലാവരും സങ്കടത്തിലായതുകൊണ്ട് മീരയെ കുറച്ചു ദിവസം അവിടെ നിർത്തുകയാണെന്നാ പറഞ്ഞത്. മീര ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ. പക്ഷേ അത് അവളുടെ ഭർത്താവുമായിട്ട് പിരിഞ്ഞായിരിക്കരുതെന്നേ ഉള്ളൂ. സൂരജിന്റെ കാര്യത്തില് എനിക്കടക്കം എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് എന്ന് കരുതി മീര ഇവിടെ നിന്നാ അതിനൊരു പരിഹാരം ആവില്ലല്ലോ. മക്കള് കുടുംബത്തോടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനല്ലേ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. ശരിയാണ്. എന്തായാലും ഞാൻ ആദർശുമായിട്ട് സംസാരിക്കട്ടെ. ഓക്കെ മാഡം. മോളെ, മോളിങ്ങനെ ടെൻഷനാവാതെ ബീന വരട്ടെ, എന്താ പറഞ്ഞെന്ന് നോക്കാലോ. ആദർശിനോട് സംസാരിക്കാന്നാ മാഡം പറയുന്നത്. ആദർശ് ഇനി എന്തു പറയുന്നെന്ന് നോക്കാം. ഇപ്പൊ അമ്മ വിളിക്കണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനല്ല മോളെ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ മുൻകൈ എടുക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. ഇത് ഞങ്ങൾ അമ്മമാര് വിചാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. മാധവി മാഡം ആദർശമായിട്ട് സംസാരിച്ചിട്ട് വിളിക്കട്ടെ, ബാക്കി അപ്പം നോക്കാം. വാ, ഞാൻ മോക്ക് ചായ എടുത്തു തരാം. മോളതെങ്ങോട്ടാ? ഞാൻ മീരയെ കാണാൻ പോവാ. ഇപ്പോഴോ? അത് വേണോ മോളെ? വേണം. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഒപ്പം നിന്ന് ധൈര്യം തന്നത് മീരയാ. ഇപ്പൊ മീരയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് കൂടെ നിന്ന് ആശ്വാസം കൊടുക്കേണ്ടത് എന്റെ കടമയാ. മോള് പറഞ്ഞാ ശരി. പുറത്തേക്കൊക്കെ പോയി എല്ലാരെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ അവൾക്കും ഒരു ആശ്വാസമാണ് തന്നെ. എന്നാലും മനോജേട്ടാ, ഏത് സമയം ആ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ശരിയാണോ? അതിലെന്താ തെറ്റ്? അത് അന്യ വീടൊന്നുമല്ലല്ലോ. പോരാത്തതിനവിടെ മീരയുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് അമ്മ എന്തിനാ പേടിക്കുന്ന? നീ ഇപ്പോഴാ കുറച്ചൊന്ന് മാറി വരുന്നത് മോളെ. വീണ്ടും അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോ നീ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്ന പേടികൊണ്ടാ അമ്മ പറയുന്നത്. അമ്മ, സൂരജിന്റെ ഓർമ്മകളെ കുറിച്ചാണ് അമ്മ പറയുന്നത്. സൂരജിന്റെ ഓർമ്മകൾ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. അതിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നില്ല. അതല്ല മോളെ, നീ അമ്മയൊന്ന് മനസ്സിലാക്ക്. അമ്മ ധൈര്യമായിട്ടിരിക്കുക. മീരയോട് സംസാരിച്ചിരിക്കുമ്പോ എനിക്ക് നല്ല സമാധാനാ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മോള് പോയിട്ട് വരട്ടെ തന്നെ. വിദ്യ ചെന്ന് സംസാരിക്കുമ്പോൾ അവൾക്കൊരു സമാധാനം ഉണ്ടാവും. ആദർശമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മറക്കാൻ വിദ്യ ചെല്ലുന്നത് തന്നെ ഒരു സഹായമായിരിക്കും. എനിക്ക് പിന്നെ മനോജേട്ടൻ കൊണ്ടുവിടുവളെ. അത് വേണ്ടമ്മേ, ഞാൻ പൊക്കോളാം. എന്നാലും മനോജേട്ടാ, ധന്യേ, താനെന്തിനാ പേടിക്കുന്നേ? മോള് തനിയെ പൊക്കോളും. അവള് പോവാറുള്ളതല്ലേ. മോളെ, നീ പോയിട്ട് വാ. ശരി അച്ഛാ. മനോജേട്ടാ, മോളെ കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ഇനി എന്തിനാ ടെൻഷൻ? അവൾക്കിപ്പം നല്ല മാറ്റമില്ലേ? ഒരു പരിധിവരെ അവളിപ്പോ പഴയ വിദ്യ തന്നെ. അതൊക്കെ ശരിയാ. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റമുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? എന്റെ കുഞ്ഞിന്റെ ജീവിതം. ഒന്ന് സമാധാനിക്കേ. സാവകാശം എല്ലാം ശരിയാവും.
എങ്ങനെ ശരിയാവുന്ന മനോജേട്ടൻ പറയുന്നത്? അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോഴും അവളുടെ മനസ്സിൽ ആ സൂരജിന്റെ ചിന്തയാ. അവനാണെങ്കിൽ എവിടെയാ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല.